നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനികൾ അല്ലാത്ത ജോലിക്കാരെ ഒരേ സ്ഥാപനത്തിന്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റുവാൻ അനുവദിക്കില്ല. കമ്പനികൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ അധിക ജോലിക്കാരെ ആവശ്യമാണ് എങ്കിൽ ഇത് പരിഗണിക്കും തുടങ്ങിയ തീരുമാനങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഒമാന്റെ മാനവശേഷി മന്ത്രി. ഇതുമാത്രമല്ല, സ്വകാര്യ മേഖലയിലെ മാനേജർ തസ്തിക അടക്കമുള്ള ഉന്നത പദവികളുടെയും ഇടത്തരം പദവികളുടെയും സ്വദേശിവൽക്കരണം 2020 വളരെ കൃത്യമായി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒമാന്റെ മാനവശേഷി മന്ത്രിയായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ അൽ ബക്രിയുടെ നേതൃത്വത്തിൽ നടന്ന ലേബർ മാർക്കറ്റ് എംപ്ലോയ്മെന്റ് ലബോറട്ടറിയുടെ ഉന്നതാധികാര സമിതിയിലാണ് ഈ തീരുമാനം ഉണ്ടായത്. മാനേജർ തസ്തികയിലെ സ്വദേശിവൽക്കരണ പുരോഗതിയും സ്വകാര്യ മേഖലയിൽ സ്വദേശികൾ ജോലി ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളും വിലയിരുത്തി കഴിഞ്ഞു. സ്വകാര്യ മേഖലയിൽ തൊഴിൽ സാഹചര്യം, പാർട്ട് ടൈം ജോലികൾ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നു വന്നു. ഒമാനികൾ അല്ലാത്ത ജോലിക്കാരെ ഒരേ സ്ഥാപനത്തിന്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്ക് യാതൊരു കാരണവശാലും മാറാൻ അനുവദിക്കില്ല എന്നും ഇവർ തീരുമാനിച്ചു. അതുമാത്രമല്ല, കമ്പനികൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ അധിക ജോലിക്കാരെ ആവശ്യമുണ്ട് എങ്കിൽ ഇത് പരിഗണിക്കുമെന്നും ഇവർ തീരുമാനിച്ചു. ജനുവരി 1-ാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന നാഷണൽ റിക്രൂട്ട്മെന്റ് സെന്റർ തൊഴിൽ സംബന്ധമായ വിഷയങ്ങളുടെ പ്രധാന കേന്ദ്രമാകുമെന്നും ഈ യോഗം വിലയിരുത്തി. സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ നൽകുവാൻ ശ്രമിക്കുന്ന ഒമാനൈസേഷൻ സെക്ടർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ സുൽത്താനേറ്റിലെ തൊഴിൽ കമ്പോളത്തിന്റെ വികസനത്തിന്റെ വെളിച്ചത്തിൽ മാനവശേഷി മന്ത്രാലയം യഥാർത്ഥ ബോധ്യത്തോടുകൂടി ഒമാനൈസേഷൻ മാറ്റിസ്ഥാപിക്കുവാൻ പ്രോഗ്രാമുകളുടെ വികസനം തുടരുകയും ചെയ്യുകയാണ്. സ്ഥാപനങ്ങൾ ഒമാനികളെ നിയമിക്കുന്നതിന് നിർമ്മാണം, എണ്ണ, വാതകം, വിൽപ്പന, വിതരണം, വ്യവസായം, ഖനനം, വാഹനങ്ങൾ, വൈദ്യുതി, സാമ്പത്തിക ബ്രോക്കേജ്, ബാങ്കിംഗ്, ഗതാഗതം, ടെലികമ്മ്യൂണിക്കേഷൻ, വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നീ മേഖലയിലെ സ്വകാര്യ മേഖലയിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മൊത്തം 12 സെക്ടർ കമ്മിറ്റി മേഖലകൾ ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിൽ സമിതി, പരിശീലനം, തൊഴിൽ എന്നിവയുടെ വികസനത്തിന്റെ വെളിച്ചത്തിൽ പൊതുനയങ്ങൾ തയ്യാറാക്കുക, ഒമാനൈസേഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കുക, വിവിധ തലങ്ങൾ, കഴിവുകൾ, സ്പെഷ്യലൈസേഷനുകൾ എന്നിവ ഉപയോഗിച്ച് മനുഷ്യശക്തിക്കായി സ്വകാര്യ മേഖലയുടെ ആവശ്യകതകൾ നിറവേറ്റുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാന ചുമതലയും. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റുകളുടെ അധ്യക്ഷതയിലും 3 പ്രൊഡക്ഷൻ പാർട്ടികളുടെ അംഗത്വമുള്ള സെക്ടർ കമ്മിറ്റികളുടെ പുനർനിർമ്മാണത്തിനുമുള്ള നിർദ്ദേശങ്ങളും അവർ സമർപ്പിക്കുന്നുമുണ്ട്. മാനവ വിഭവശേഷി വികസിപ്പിക്കുക, തൊഴിൽ വിപണിയിൽ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല, അതിന്റെ സ്ഥിരത ഉറപ്പാക്കുകയും ഇതിൽ പെടുന്നു. വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും തൊഴിൽ കമ്പോളവുമായി ബന്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള നയങ്ങളും പദ്ധതികളും തയ്യാറാക്കുന്നതിൽ മന്ത്രാലയം സ്വകാര്യ മേഖലയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുമുണ്ട്. ദേശീയ മനുഷ്യശക്തി സാമ്പത്തിക വികസനത്തിന് കൂടുതൽ സംഭാവന നൽകുവാൻ അവരെ പ്രാപ്തരാക്കുക, സ്വകാര്യ മേഖലയുടെ ഏകോപനത്തോടുകൂടി ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ പരിശീലനത്തിന്റെ പാഠ്യപദ്ധതിയും സ്പെഷ്യലൈസേഷനും തയ്യാറാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.